ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാലമ്പലത്തിലെ കരിങ്കല്ലു പതിപ്പിച്ച പ്രദക്ഷിണ വഴിയിൽ ശയനപ്രദക്ഷിണം വഴിപാട് നടത്തുന്നവർ ഏറെയാണ്. ഭക്തരുടെ പാദധൂളികൾ കുളിച്ചീറനായ സ്വശരീരം കൊണ്ട് ഒപ്പിയെടുത്ത കണ്ണൻ നിത്യവും ശീവേലിക്കെത്തുന്ന പ്രദക്ഷിണ വഴി ശുദ്ധീകരിക്കുന്ന വഴിപാടാണ് ശയനപ്രദക്ഷിണം. ഭക്തനെയും ഭഗവാനെയും സേവിക്കുന്ന ത്യാഗനിർഭരവും ലളിതവുമായ വഴിപാടാണിത്. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് തലയും മേലും തോർത്താതെ ഈറനായി കൊടിമരച്ചുവട്ടിലെത്തും. നടയ്ക്കു നേരെ കിടന്ന സാഷ്ടാംഗം നമസ്കരിച്ച കണ്ണടച്ച പ്രദക്ഷിണമായി ഉരുണ്ടു തുടങ്ങും. ദിശ ശരിയാക്കുവാൻ പ്രദക്ഷിണ വഴിയുടെ തിണ്ടിൽ കൈപിടിച്ച് അടയാളമാക്കി ഉരുളും. ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണമായി ഉരുണ്ടു തുടങ്ങിയ സ്ഥലത്തു തന്നെ തിരിച്ചെത്തി തൊഴുതെഴുന്നേൽക്കും. വീണ്ടും ക്ഷേത്രക്കുളത്തിൽ കുളിച്ചെത്തി ദർശനം നടത്തും. ഗുരുവായൂർ സ്വദേശികളായ പലരും സ്ഥിരമായി ശയനപ്രദക്ഷിണം ചെയ്തിരുന്നു. ഒറ്റയടിക്ക് 3, 7, 11 തവണ ശയനപ്രദക്ഷിണം ചെയ്യുന്നവർ ഉണ്ടായിരുന്നു. തിരക്കേറുമ്പോൾ ശയനപ്രദക്ഷിണം ചെയ്യുന്നത് മറ്റു ഭക്തർക്ക് പ്രദക്ഷിണം ചെയ്യാൻ തടസ്സമാകുമെന്നതിനാൽ ദേവസ്വം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. മുൻപ് സ്ത്രീകളും ശയനപ്രദക്ഷിണം ചെയ്തിരുന്നു. 2007 ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ സ്ത്രീകൾ ശയനപ്രദക്ഷിണം ചെയ്യുന്നത് വിലക്കി. പകരം അടിപ്രദക്ഷിണം നടത്തിയാൽ മതിയെന്നാക്കി. ശയനപ്രദക്ഷിണത്തിൻ്റെ മാതൃകയിൽ സ്ത്രീകൾ കൊടിമരത്തിന് മുന്നിൽ നിന്നും തുടങ്ങി ഓരോ അടിയും അളന്നളന്ന് നാമം ജപിച്ച സാവധാനം നടക്കുന്നതാണ് അടിപ്രദക്ഷിണം. തിരക്കുള്ളപ്പോൾ അടിപ്രദക്ഷിണത്തിനും നിയന്ത്രണമുണ്ട്. അപൂർവമാണെങ്കിലും ക്ഷേത്രത്തിന് പുറത്ത് കുളപ്രദക്ഷിണവുമായി ശയനപ്രദക്ഷിണം നടത്തുന്നവരുണ്ട്. ഭക്തർ നേരിട്ട് നടത്തുന്ന ഈ വഴിപാടുകൾ ദേവസ്വത്തിൻ്റെ വഴിപാട് പട്ടികയിലില്ല. അതുകൊണ്ട് ഷീട്ട് എടുക്കേണ്ടതില്ല. ശീവേലി, കാഴ്ചശീവേലി, ശ്രീഭൂതബലി സമയത്ത് ശയനപ്രദക്ഷിണം പാടില്ല. ദേവസ്വത്തിൻ്റെ നിയന്ത്രണങ്ങളില്ലാത്ത മറ്റു സമയങ്ങളിൽ ഭക്തർക്ക് ശയനപ്രദക്ഷിണം നടത്താം.